മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ എങ്ങനെ തീരുമാനിക്കുന്നു എന്നതിൽ നിയമം മാറ്റുന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരെ ഹർജി സുപ്രീം കോടതിയിൽ പോയതാണ്. ആ ഹർജിയിൽ തീരുമാനമാകുന്നതിന് 48 മണിക്കൂർ ആകുമ്പോഴേക്കും ഗണേഷ് കുമാറിനെ അവിടെ നിയമിക്കുകയായിരുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് ഈ കമ്മീഷൻ പ്രവർത്തിക്കുക എന്നറിയാം. പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും നാവായി ആണ് ഗണേഷ് കുമാർ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്നലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ബീഹാറിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് SIR എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പാടില്ല എന്ന കമ്മീഷന്റെ തന്നെ നിർദ്ദേശം ബീഹാറിൽ എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായിട്ടില്ല. വെള്ളപ്പൊക്കം ബീഹാറിൽ ഉണ്ടായ സാഹചര്യത്തിൽ പോലും മുൻകൂട്ടി അറിയിപ്പോ തയ്യാറെടുപ്പോ ഒന്നുമില്ലാതെ SIRമായി മുന്നോട്ട് പോകാൻ എന്താണ് ഇത്ര ധൃതി എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. SIR ആരംഭിച്ച ജൂൺ 25 മുതൽ ജൂലൈ 25 വരെയുള്ള കാലയളവിൽ എത്ര പുതിയ വോട്ടർമാരെ ബീഹാർ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായിട്ടില്ല. മതിയായ രേഖകളില്ലാതെ, നേരത്തെ പറഞ്ഞ പോലെ മതിയായ രേഖകളില്ലായ എത്ര എന്യൂമറേഷൻ ഫോമുകൾ ലഭിച്ചു എന്ന് പറയാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ബൂത്ത് ലെവൽ ഓഫീസർമാർ എത്ര ഫോമുകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിരാകരിച്ചിട്ടുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പൗരന്മാരല്ലാത്ത എത്ര പേരെ കണ്ടെത്തി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഇതിന് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം വോട്ടർ പട്ടികയുടെ ഫോർമാറ്റിൽ മാറ്റം വരുത്തിയത് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അനുരാഗ് ഠാക്കൂറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് സത്യവാങ്മൂലം ചോദിക്കുന്നു എന്ന ചോദ്യത്തിനും ഉത്തരമില്ല.